നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് 4 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. മത്സര പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള 4 പ്രധാനപ്പെട്ട ടോപ്പിക്. ഒന്ന് മെമ്മോറിയൽ, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഒരു ഏരിയ സ്റ്റേറ്റ്മെൻറ്റ് ലെവലായി തന്നെ ചോദിക്കാറുണ്ട്. കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കണ്ടന്റ്, കേരള റിനേസൻസ് ലീഡറായിട്ടുള്ള AK ഗോപാലൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കണ്ടന്റുകളുണ്ടോ അതെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഏരിയ, അല്ലെങ്കിൽ നമുക്കറിയാം മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഏരിയ പഠിക്കുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മെമ്മോറിയലുകളാണ് നമ്മൾ പഠിക്കാറുള്ളത്. ഒന്ന് മലയാളി മെമ്മോറിയൽ, മറ്റൊന്ന് എതിർ മെമ്മോറിയൽ അല്ലെങ്കിൽ ഓപ്പോസിഷൻ മെമ്മോറിയൽ, മറ്റൊരു പ്രധാനപ്പെട്ട മെമ്മോറിയലാണ് ഫസ്റ്റ് ഈഴവ മെമ്മോറിയൽ അല്ലെങ്കിൽ ഒന്നാം ഈഴവ മെമ്മോറിയൽ, അതിനുശേഷം രണ്ടാം ഈഴവ മെമ്മോറിയൽ അല്ലെങ്കിൽ സെക്കൻഡ് ഈഴവ മെമ്മോറിയൽ. ഈ 4 മെമ്മോറിയലുകളാണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി നമ്മളൊരു പാക്കേജ് മോഡൽ പറയുകയാണ്. ഒരു മെമ്മോറിയൽ ചോദിക്കും കേരള PSC, അതിൻ്റെ ഒരു വർഷം കാണും, അത് സബ്മിറ്റ് ചെയ്തത് ഏതെങ്കിലും ഒരു വ്യക്തികളായിരിക്കാം, ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളായിരിക്കാം. ദെൻ ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ട്രാവൻകൂറിലെ രാജാവിനോ ഏതെങ്കിലും പ്രൊമിനൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിക്കോ ആയിരിക്കും ഈ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പം മെമ്മോറിയൽ, അതിൻ്റെ വർഷം, ആരാണ് സമർപ്പിച്ചത്, ആർക്കാണ് സമർപ്പിച്ചത്. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ വന്നാലും നിങ്ങൾ എഴുതണം മെമ്മോറിയൽ, ഇയർ, സബ്മിറ്റഡ് ബൈ, സബ്മിറ്റഡ് ടു. ഈ 4 രീതിയിലുള്ള കണ്ടന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ മെമ്മോറിയലിൻ്റെ പേര് മലയാളി മെമ്മോറിയൽ എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തിരുവിതാംകൂറിലെ യുവതി യുവാക്കൾക്ക് സർക്കാർ മേഖലയിൽ തൊഴിൽ നൽകണം, അതായത് തിരുവിതാംകൂറിലെ എല്ലാവർക്കും, മലയാളികളായിട്ടുള്ള എല്ലാവർക്കും സർക്കാർ ജോലി കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന നിവേദനം 1891 ബാരിസ്റ്റർ GP പിള്ള എന്നറിയപ്പെടുന്ന, ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള എന്നറിയപ്പെടുന്ന GP പിള്ള സബ്മിറ്റ് ചെയ്യും. അപ്പൊ സബ്മിറ്റഡ് ബൈ, സമർപ്പിച്ചത് ആരാണ്? GP പിള്ളയാണ്. ആ സമയത്ത് ട്രാവൻകൂറിലെ രാജാവ്, തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാളാണ്, അദ്ദേഹത്തിനാണ് സബ്മിറ്റ് കൊടുക്കുന്നത്. അപ്പൊ സബ്മിറ്റഡ് ബൈ, സബ്മിറ്റഡ് ടു രണ്ടും കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ മലയാളി മെമ്മോറിയൽ ഏത് വർഷമാണ്? 1891 സബ്മിറ്റഡ് ബൈ GP പിള്ള, സബ്മിറ്റഡ് ടു ശ്രീമൂലം തിരുനാൾ. ക്ലിയർ ആണെന്ന് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്താണ് ഈ മലയാളി മെമ്മോറിയൽ? അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ പോയിന്റ് ഒക്കെ എന്തൊക്കെയാണ് അത് നമ്മളിപ്പോൾ പറഞ്ഞോളാം. ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന അതേ സമയത്ത് തന്നെ ഓപ്പോസിഷൻ മെമ്മോറിയൽ എന്നും പറഞ്ഞൊരു മെമ്മോറിയൽ ഉണ്ട്. എതിർ മെമ്മോറിയൽ എന്നാണ് അതിൻ്റെ മലയാള പരിഭാഷ. ഓപ്പോസിഷൻ മെമ്മോറിയലിൻ്റെ വർഷം 1891 ഓപ്പോസിഷൻ മെമ്മോറിയൽ. ഓപ്പോസിഷൻ മെമ്മോറിയൽ സബ്മിറ്റഡ് ബൈ, എതിർ മെമ്മോറിയൽ ആരാ സമർപ്പിച്ച? 2 വ്യക്തികളാണ് ഉള്ളത്. ഒന്ന് ഈ രാമയ്യയും രാമാനന്ദ റാവു അല്ലെങ്കിൽ രാമനാഥൻ റാവു എന്നറിയപ്പെടുന്ന 2 വ്യക്തികളാണ് ഈ ഓപ്പോസിഷൻ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്യുന്നത്. അതിൽ ഈ രാമയ്യറിനെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഈ രാമയ്യറിനെയാണ് അവിടെ ഫോക്കസ് കൊടുക്കേണ്ടത്. ആർക്ക് കൊടുക്കുന്നു? സബ്മിറ്റഡ് ടു ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാളിനാണ് അത് സബ്മിറ്റ് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഇനി നമുക്ക് വേണ്ടത് അപ്പം മലയാളി മെമ്മോറിയലായി, അതിനെതിരെ ഓപ്പോസിഷൻ മെമ്മോറിയലായി. അടുത്തത് ഫസ്റ്റ് ഈഴവ മെമ്മോറിയൽ. എന്തായിരിക്കും നിങ്ങൾ തന്നെ പറഞ്ഞേ? ഈഴവ മെമ്മോറിയൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ ആർക്കുകൂടി പ്രാധാന്യം കൊടുക്കണം, ഈഴവരായിട്ടുള്ള ആളുകൾക്ക് പ്രാധാന്യം നൽകണം എന്ന ലക്ഷ്യത്തോടു കൂടി ഡോക്ടർ പൽപ്പു കൊണ്ടുവന്ന മെമ്മോറിയൽ അല്ലെങ്കിൽ നിവേദനത്തിന്റെ പേരാണ് ഈഴവ മെമ്മോറിയൽ. 1896 സബ്മിറ്റ് കൊടുക്കുന്നത്. സബ്മിറ്റഡ് ബൈ ഡോക്ടർ പൽപ്പു, സബ്മിറ്റഡ് ടു ശ്രീമൂലം തിരുനാൾ. അപ്പൊ ശ്രീമൂലം തിരുനാൾ ഇത് എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. ആ റിജക്റ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ സെക്കൻഡ് ഈഴവ മെമ്മോറിയൽ അല്ലെങ്കിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന മെമ്മോറിയൽ 1900 ഡോക്ടർ പൽപ്പു പ്രസന്റ് ചെയ്യും അല്ലെങ്കിൽ സബ്മിറ്റ് കൊടുക്കും. സബ്മിറ്റഡ് ടു ലോർഡ് കഴ്സൺ. ആ സമയത്ത് ട്രാവൻകൂർ വിസിറ്റ് ചെയ്യുന്ന ബ്രിട്ടീഷ് വൈസ്രോയുടെ പേരാണ് ലോർഡ് കഴ്സൺ അല്ലെങ്കിൽ കഴ്സൺ പ്രഭു. ആ കഴ്സൺ പ്രഭു വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പൽപ്പു ഈ പറയുന്ന സെക്കൻഡ് ഈഴവ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്യും. പക്ഷേ ലോർഡ് കഴ്സൺ എന്ത് ചെയ്യും? ഈ പറയുന്ന സെക്കൻഡ് ഈഴവ മെമ്മോറിയൽ റിജക്റ്റ് ചെയ്യും. അതിനുള്ള റീസൺ ഇതാണ്. തിരുവിതാംകൂറിലെ കാര്യങ്ങളിൽ, തിരുവിതാംകൂറിലെ നിയമപരമായിട്ടുള്ള ഗവൺമെന്റിന്റെ ഈ പറയുന്ന സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ നേരിട്ട് നടപ്പിലാക്കാൻ ആർക്ക് അധികാരമില്ല അല്ലെങ്കിൽ അവകാശമില്ല.
ബ്രിട്ടീഷുകാർക്ക് നേരിട്ട് അധികാരമില്ല എന്ന ഒരു ന്യായം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ലോർഡ് കഴ്സൺ എന്ത് ചെയ്യുവാണ്? ഇത് റിജക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒന്നാം ഈഴോ മെമ്മോറിയൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഈഴോ മെമ്മോറിയലും സെക്കൻഡ് ഈഴോ മെമ്മോറിയൽ എന്ത് ചെയ്യാണ്? റിജക്റ്റ് ആവുകയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പോൾ അവിടെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലോർഡ് കഴ്സണുമായി ബന്ധപ്പെട്ട് ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന ടെക്സ്റ്റ് എഴുതിയത് ആരാണ്? ദ ടെക്സ്റ്റ് ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ റിട്ടൺ ബൈ റൊണാൾഡ് ഷേ. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. റൊണാൾഡ് ഷേ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന ടെക്സ്റ്റ് എഴുതിയത്. അതുകൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പോൾ മലയാളി മെമ്മോറിയൽ ക്ലിയറായി, ഓപ്പോസിഷൻ മെമ്മോറിയൽ ക്ലിയർ ആയതിൻ്റെ പാക്കേജ്, ഈഴോ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന കണ്ടന്റ് പാക്കേജ് ഓക്കെ ആയി, രണ്ടാം ഈഴോ മെമ്മോറിയൽ അല്ലെങ്കിൽ സെക്കൻഡ് ഈഴോ മെമ്മോറിയലും ഓക്കെ ആയി. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കണം. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ വസ്തുത പറയുന്നു, എന്താണ്? മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിലെ വർഷം 1891 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 1891 ജാനുവരി 1 മലയാളി മെമ്മോറിയൽ സബ്മിറ്റ് കൊടുക്കുന്നത്. അതിൻ്റെ മെയിൻ ലീഡർ ആരാണ്? അത് GP പിള്ളയാണ്. അപ്പോൾ GP പിള്ളയെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ട്രാവൻകൂർ, തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് GP പിള്ളയാണല്ലോ. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശമുള്ള ഏക മലയാളി ആരാണ്? അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഫസ്റ്റ് ട്രാവൻകൂറിയൻ ടു ഗെറ്റ് ലോ ഡിഗ്രി ഇൻ ട്രാവൻകൂർ, തിരുവിതാംകൂറിൽ നിന്ന് ആദ്യമായി നിയമ ബിരുദം സ്വീകരിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം GP പിള്ള. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബാരിസ്റ്റർ GP പിള്ള എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പറയുന്ന ബാരിസ്റ്റർ GP പിള്ളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഈ മലയാളി മെമ്മോറിയലിൻ്റെ പ്രൊമിനന്റ് ലീഡർ അല്ലെങ്കിൽ മെയിൻ ലീഡർ ആര് തന്നെ? GP പിള്ള തന്നെ. ഇനി ഈ പറയുന്ന മലയാളി മെമ്മോറിയലിൽ ആകെ എത്ര ഒപ്പുകളുണ്ടെന്ന് ചോദിച്ചാൽ 10,028 ഒപ്പുകളാണ് മലയാളി മെമ്മോറിയലിലെ ടോട്ടൽ സൈൻ. അതിൽ ഫസ്റ്റ് സൈൻ ഡൺ ബൈ KP ശങ്കരമേനോനാണ്. മറക്കല്ലേ, KP ശങ്കരമേനോനാണ് ഒന്നാമത്തെ സൈൻ ഇട്ടത്. സെക്കൻഡ് സൈൻ ഡൺ ബൈ GP പിള്ള. തേർഡ് സൈൻ ഡൺ ബൈ ഡോക്ടർ പൽപ്പു. ഫോർത്ത് സൈൻ ഡൺ ബൈ CV രാമൻപിള്ള. നാലാമത്തെ ഒപ്പിട്ടത് CV രാമൻപിള്ളയാണ്. അപ്പോൾ മലയാളി മെമ്മോറിയലിൻ്റെ ഒന്നാമത്തെ ഫസ്റ്റ് സൈൻ ആരായിട്ടത്? KP ശങ്കരമേനോനാണ്. സെക്കൻഡ് സൈൻ ആരായിട്ടത്? GP പിള്ളയാണ്. തേർഡ് സൈൻ ആരാ? ഡോക്ടർ പൽപ്പു ആണ്. ഫോർത്ത് സൈൻ ആരാണ്? അത് CV രാമൻപിള്ളയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഈ പറയുന്ന മലയാളി മെമ്മോറിയലിലെ ലീഡറിനെ നമ്മൾ പറഞ്ഞു അത് GP പിള്ളയാണ്. പക്ഷേ മലയാളി മെമ്മോറിയൽ ഡ്രാഫ്റ്റഡ് ബൈ എന്ന് ചോദിച്ചാൽ, മലയാളി മെമ്മോറിയൽ ഡ്രാഫ്റ്റഡ് ബൈ അത് CV രാമൻപിള്ളയാണ്. മലയാളി മെമ്മോറിയലിന്റെ ലീഡർ ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം GP പിള്ളയും. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത്, മലയാളി മെമ്മോറിയൽ ഡ്രാഫ്റ്റഡ് ബൈ എന്ന് ചോദിച്ചാൽ അതിനുത്തരം CV രാമൻപിള്ളയാണ്. ഈ പറഞ്ഞ മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം തിരുവിതാംകൂറുകാർക്ക് ട്രാവൻകൂർ ഫോർ ട്രാവൻകൂറിയൻ ഈസ് ദി സ്ലോഗൻ റിലേറ്റഡ് ടു വിച്ച് മൂവ്മെന്റ് ഇൻ കേരള. കേരളത്തിൽ ഏത് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട സ്ലോഗനാണ് ട്രാവൻകൂർ ഫോർ ട്രാവൻകൂറിയൻ? അത് ഈ പറയുന്ന മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് മലയാളി മെമ്മോറിയൽ സമയത്ത് ട്രാവൻകൂറിലെ ദിവാന്റെ പേര് T രാമറാവു ആണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറഞ്ഞ CV രാമൻപിള്ളയാണല്ലോ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത്. ലോകത്തിൽ ആദ്യമായി ചരിത്ര പുസ്തകം എഴുതിയ വ്യക്തിയുടെ പേരാണ് വാൾട്ടർ സ്കോട്ട്. മലയാളത്തിൽ ആദ്യമായി ചരിത്ര പുസ്തകം എഴുതിയ വ്യക്തിയുടെ പേരാണ് ആര്? CV രാമൻപിള്ള. അതുകൊണ്ടാണ് CV രാമൻപിള്ളയെ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ, മറക്കല്ലേ, മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ 3 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എഴുതിയതാരെന്ന് ചോദിച്ചാൽ അതിനുത്തരം, പ്രധാനപ്പെട്ട നോവലുകൾ എഴുതിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം CV രാമൻപിള്ളയാണ്. ദ ടെക്സ്റ്റ് റിട്ടൺ ബൈ CV രാമൻപിള്ള റിലേറ്റഡ് ടു മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് CV രാമൻപിള്ള എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് വിദേശീയ മേധാവിത്വം. വിദേശീയ മേധാവിത്വം എന്ന പുസ്തകം എഴുതിയതാരാ? അത് CV രാമൻപിള്ളയാണ്. പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത്. അടുത്തത് ഈ മലയാളി മെമ്മോറിയലിനെതിരെ, അതാണല്ലോ ഓപ്പോസിഷൻ മെമ്മോറിയൽ എന്ന 1891 1891
ജൂൺ 3-നാണ് ഓപ്പോസിഷൻ മെമ്മോറിയൽ. 2 പ്രൊമിനന്റ് ലീഡേഴ്സ് ഉണ്ട് ഓപ്പോസിഷൻ മെമ്മോറിയൽ അല്ലെങ്കിൽ എതിർ മെമ്മോറിയലിന്. ഒന്ന് ഇ രാമയ്യർ ആൻഡ് രാമാനന്ദൻ റാവു അല്ലെങ്കിൽ രാമനാഥൻ റാവു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രാമയ്യറിനെയാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് ഈഴോ മെമ്മോറിയലിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഈഴോ മെമ്മോറിയൽ ഫസ്റ്റ് ഈഴോ മെമ്മോറിയലുണ്ട്, സെക്കൻഡ് ഈഴോ മെമ്മോറിയലുണ്ട്. ഫസ്റ്റ് ഈഴോ മെമ്മോറിയലിന്റെ ഡേറ്റ് മറക്കല്ലേ, 1896 സെപ്റ്റംബർ 3-നാണ് ഒന്നാം ഈഴോ മെമ്മോറിയൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഈഴോ മെമ്മോറിയൽ. അതിന്റെ ലീഡർ ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. മലബാർ എക്കണോമിക് യൂണിയൻ എന്നറിയപ്പെടുന്ന ഓർഗനൈസേഷൻ ഫോം ചെയ്തത് ഡോക്ടർ പൽപ്പുവ. ഡോക്ടർ പൽപ്പുവിന്റെ ബർത്ത് പ്ലേസ് എന്താ, എവിടെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേ. ഡോക്ടർ പൽപ്പുവിന്റെ ബർത്ത് പ്ലേസ് അത് തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാ? അത് പേട്ട എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ഈഴോ മെമ്മോറിയലിന്റെ ടോട്ടൽ സൈൻ എന്ന് പറഞ്ഞാൽ 13,176. 13,176 സൈനാണ് ഈഴവ മെമ്മോറിയലിൽ ഉള്ളത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അറ്റ് ദാറ്റ് ടൈം ട്രാവൻകൂർ ദിവാൻ, ഈഴോ മെമ്മോറിയൽ സമയത്ത് ട്രാവൻകൂറിലെ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ശങ്കര സുബ്ബയ്യ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ശങ്കര സുബ്ബയ്യ. ഇനി നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യം ചോദിക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞ കേരള ഹിസ്റ്ററിക്കിലെ ഓരോ മൂവ്മെന്റും പരിശോധിക്കുമ്പം മലയാള പരിഭാഷ എടുക്കുമ്പം ഇംഗ്ലീഷുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ധാരാളം ടോപ്പിക് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം അഞ്ചുതെങ്ങ് കലാപം അല്ലെങ്കിൽ ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാണെന്നിരിക്കട്ടെ. ആറ്റിങ്ങൽ കലാപത്തെ ഇംഗ്ലീഷിലേക്ക് നമ്മൾ പെടുത്തിയാൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? ആറ്റിങ്ങൽ റബല്യൺ എന്നോ അല്ലെങ്കിൽ ആറ്റിങ്ങൽ സ്ട്രൈക്ക് എന്നോ ഒക്കെ ആയിരിക്കുമല്ലോ. ദെൻ അഞ്ചുതെങ്ങ് കലാപത്തെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പം അഞ്ചങ്ങോ റിവോൾട്ട് അല്ലെങ്കിൽ അഞ്ചങ്ങോ അജിറ്റേഷൻ എന്നൊക്കെയാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഈ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പം മലയാളവുമായി യാതൊരു ബന്ധമില്ലാത്ത ധാരാളം വസ്തുതകളുണ്ട്. അതിലൊന്നാണ് സിനോഡ് ഓഫ് ഡയംബർ എന്ന് വെച്ചാൽ ഉദയം പേരൂർ സുന്നഹദോസ് എന്നറിയപ്പെടുന്ന ചരിത്ര സംഭവത്തെ അറിയപ്പെടുന്ന പേരാണ് സിനോഡ് ഓഫ് ഡയംബർ. 1599-ലാണ് ഈ ചരിത്ര സംഭവം നടക്കുന്നത്. സിനോഡ് ഓഫ് ഡയംബറിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് അലക്സിസ് ഡി മനസിസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ ഉദയം പേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷ സ്ഥാനം ആരാ? അലക്സിസ് ഡി മനസിസ് ആണ്. അതിലെ ടോട്ടൽ മെമ്പേഴ്സ് അതിൽ പങ്കെടുത്ത ഈ പറയുന്ന ഉദയം പേരൂർ സുന്നഹദോസ് എന്നറിയപ്പെടുന്ന പുരോഹിത സമ്മേളനത്തിൽ പങ്കെടുത്ത ആകെ അംഗങ്ങളുടെ എണ്ണം 813 ആണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണേ. അധ്യക്ഷ സ്ഥാനം മറക്കല്ലേ, അലക്സിസ് ഡി മെനസിസ് ആണ്. ഇനി കൂനൻ കുരിശ് പ്രതിജ്ഞ എന്നറിയപ്പെടുന്ന ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് ഉണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഓത്തിറ്റ് കൂനൻ ക്രോസ് എന്ന കൂനൻ കുരിശ് പ്രതിജ്ഞ അല്ലെങ്കിൽ കൂനൻ കുരിശ് സത്യം എന്ന് പറയുന്നത് 1653 ജനുവരി 3-ന് മട്ടാഞ്ചേരിയിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് ആണ് ഓത്തിറ്റ് കൂനൻ ക്രോസ് അല്ലെങ്കിൽ കൂനൻ കുരിശ് സത്യം എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റിനേസൻസുമായി ബന്ധപ്പെട്ട് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് റിയൽ നെയിമുകൾ ചോദിക്കാറുണ്ട്. ഓരോ നവോത്ഥാന നായകന്മാരുടെ യഥാർത്ഥ പേരുകൾ ചോദിക്കാറുണ്ട്. അത് ന്യൂജൻ ചോദ്യത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്. ഒന്ന്, ശ്രീനാരായണ ഗുരുവിന്റെ റിയൽ നെയിം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നാണു എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ റിയൽ നെയിം ആണല്ലോ. വൈകുണ്ഠ സ്വാമികളുടെ റിയൽ നെയിം എന്നറിയപ്പെടുന്നത് മുത്തുക്കുട്ടി മുത്തുക്കുട്ടി സ്വാമി എന്നറിയപ്പെടുന്നത് ആരാണ്? മുത്തുക്കുട്ടി സ്വാമി എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാ. ചട്ടമ്പി സ്വാമികളുടെ റിയൽ നെയിം കുഞ്ഞൻ പിള്ള എന്നാണ്. ഓപ്ഷനിൽ കുഞ്ഞൻ പിള്ള ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് എഴുതിക്കോണം? അയ്യപ്പൻ കുഞ്ഞൻ പിള്ള ഉണ്ടോ എന്ന് നോക്കണം. ഒന്നെങ്കിൽ കുഞ്ഞൻ പിള്ള എന്ന് കാണും, അതുമല്ലെങ്കിൽ എന്ത് കാണും? അയ്യപ്പൻ കുഞ്ഞൻ പിള്ള എന്ന് കാണും. അടുത്ത വാഗ്ഭടാനന്ദന്റെ റിയൽ നെയിം വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്നത് ഈ വാഗ്ഭടാനന്ദനെയാണല്ലോ. ക്വസ്റ്റ്യനകത്ത് എവിടെങ്കിലും ഊരാളുങ്കൽ എന്ന് പറയുന്ന വാക്കുണ്ടോ നോക്കണം. ഊരാളുങ്കൽ ബാങ്ക് ഫൗണ്ടഡ് ബൈ, ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ഫൗണ്ടഡ് ബൈ, ഊരാളുങ്കൽ പരസ്പര സഹായ സംഘം തുടങ്ങി ഊരാളുങ്കൽ എന്ന് പറയുന്ന വാക്ക് ചേർത്ത് എന്ത് ടൈപ്പ് ചോദ്യം വന്നാലും, അതായത് ക്വസ്റ്റ്യൻ നവോത്ഥാനമായിരിക്കണം, അതിനുത്തരം ആരായിരിക്കും? വാഗ്ഭടാനന്ദനായിരിക്കും. വാഗ്ഭടാനന്ദന്റെ റിയൽ നെയിം എന്താണ്? അത് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. അടുത്തത് ആഗമാനന്ദ സ്വാമികളുണ്ട്. ആഗമാനന്ദ സ്വാമികളുടെ റിയൽ നെയിം കൃഷ്ണൻ നമ്പൂതിരി എന്നാണ്. ചില മെറ്റീരിയൽസിൽ കൃഷ്ണൻ നമ്പ്യാതിരി എന്ന് കൊടുത്തപ്പോണ്ട്. ആനന്ദ തീർത്ഥന്റെ റിയൽ നെയിം ആനന്ദ ഷേണായി എന്നാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ റിയൽ നെയിം കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ റിയൽ നെയിം എന്താണ്? നാണു എന്നാണ്. വൈകുണ്ഠ സ്വാമികളുടെ റിയൽ നെയിം എന്താണ്?
അത് മുത്തുക്കുട്ടി എന്നാണ്. ചട്ടമ്പി സ്വാമികളുടെ റിയൽ നെയിം യഥാർത്ഥ പേര് കുഞ്ഞൻപിള്ള എന്നാണ്. ഓപ്ഷനിൽ അയ്യപ്പൻ കുഞ്ഞൻപിള്ള ഉണ്ടെങ്കിൽ അത് എഴുതിക്കോണം. വാക്ഫടാനന്ദന്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. ആഗമാനന്ദ സ്വാമികളുടെ റിയൽ നെയിം എന്നറിയപ്പെടുന്നത് കൃഷ്ണൻ നമ്പ്യാതിരി എന്നാണ്. ആനന്ദ തീർത്ഥന്റെ റിയൽ നെയിം എന്താണ്? അത് ആനന്ദശേണായി. ബ്രഹ്മാനന്ദ ശിവയുടെ റിയൽ നെയിം എന്താണ്? അത് കാരാട്ട് ഗോവിന്ദമേനോൻ. പണ്ഡിറ്റ് കറുപ്പന് യഥാർത്ഥ പേരുണ്ട്. പണ്ഡിറ്റ് കറുപ്പന്റെ റിയൽ നെയിം ശങ്കരൻ എന്നാണ്. പണ്ഡിറ്റ് കറുപ്പനെയാണല്ലോ കവിതിലകൻ എന്നറിയപ്പെടുന്നത്, വിദ്വാൻ എന്നറിയപ്പെടുന്നത്, സാഹിത്യ നിപുണൻ എന്നറിയപ്പെടുന്നത്, എബ്രഹാം ലിങ്കൺ, കേരള ലിങ്കൺ ഒക്കെ എന്നറിയപ്പെടുന്നത് ആരെയാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പന് 3 പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്. ജാതിക്കുമ്മി, ഉദ്യാന വിരുന്ന്, ബാലകലേശം. ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. ദെൻ പൊയ്കേൽ യോഹന്നാന്റെ റിയൽ നെയിം ഒന്നെങ്കിൽ കൊമരൻ, അതല്ലെങ്കിൽ കുമാരൻ. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും കുമാരൻ ആശാൻ യഥാർത്ഥ പേരുണ്ടോ? ഉണ്ട്. അത് കുട്ടിക്കാല പേരാണെന്ത്? അത് കുമാരു എന്നറിയപ്പെടുന്നത് ആ കുമാരൻ ആശാന. ഇത് കൊമരൻ എന്നോ കുമാരൻ എന്നോ ചോദിച്ചാൽ പൊയ്കയിൽ യോഹന്നാന്റെ റിയൽ നെയിം ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഈ പറഞ്ഞ കുമാരഗുരുദേവന്റെ റിയൽ നെയിം പൊയ്കയിൽ യോഹന്നാൻ എന്നാണ്. ഡോക്ടർ പൽപുവിന്റെ റിയൽ നെയിം പത്മനാഭൻ. ഡോക്ടർ പൽപുവിന്റെ ബർത്ത് പ്ലേസ് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പേട്ട എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അടുത്തത് AK ഗോപാലൻ. നമ്മുടെ റിനൈസൻസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു നവോത്ഥാന നായകനാണല്ലോ AK ഗോപാലൻ. നമുക്ക് എല്ലാവർക്കും അറിയാം AK ഗോപാലൻ ലൈഫ് പീരീഡ് 1904 അദ്ദേഹം ജനിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ മാവില എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ആയില്യത്ത് കുറ്റിയാരി ഗോപാലൻ എന്നാണ് AK ഗോപാലന്റെ യഥാർത്ഥ പേര്. അദ്ദേഹം മരിക്കുന്നത് 1977. ഇനി ഈ AK ഗോപാലന്റെ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിതകഥ എന്നാണ്. മത്സര പരീക്ഷയിൽ അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. എൻ്റെ ജീവിതകഥ ഈസ് ദി ഓട്ടോബയോഗ്രഫി റിട്ടൺ ബൈ. എൻ്റെ ജീവിതകഥ എന്ന ഓട്ടോബയോഗ്രഫി ആരുടേതാണ്? അത് AK ഗോപാലിൻ്റെതാണ്. ഇനി AK ഗോപാലിനെ അറിയപ്പെടുന്ന അപരനാമങ്ങൾ: ഒന്ന്, ഫാദർ ഓഫ് കേരള കോപ്പറേറ്റീവ് മൂവ്മെന്റ്, കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് AK ഗോപാലന. ക്രുസേഡർ ഓഫ് കോൺസ്പിറേറ്റർ അല്ലെങ്കിൽ ക്രുസേഡർ ആൻഡ് ഡൗൺ റോഡൻ, പാവങ്ങളുടെ പടത്തലവൻ എന്ന ചോദ്യം ഇംഗ്ലീഷിൽ വരുമ്പം ഇങ്ങനെയാ ചോദിക്കാറുള്ളത്: വിച്ച് കേരള റിനൈസൻസ് ലീഡർ ഈസ് ആൾസോ നോൺ ആസ് ക്രുസേഡർ ഓഫ് കോൺസ്പിറേറ്റർ. ആൻസർ ആയിട്ട് വരേണ്ടത് AK ഗോപാലനാണ്. ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ കോഫി ഹൗസ്, ഇന്ത്യൻ കോഫി ഹൗസിന്റെ പ്രധാന സ്ഥാപകനായി പരിഗണിക്കപ്പെടുന്നത് AK ഗോപാലനാണ്. പറഞ്ഞല്ലോ അതിന്റെ ചരിത്രമൊക്കെ മറ്റു വസ്തുതകളുണ്ട്. പക്ഷെ PSC കൊടുക്കുന്ന ആൻസർ കീ ആണ് ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് ഫസ്റ്റ് ഓപ്പോസിഷൻ ലീഡർ ഇൻ ലോക്സഭ, ലോക്സഭയിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും രാം സുഭഗ് സിംഗ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, CM സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു മലയാളി ഉണ്ടല്ലോ, അവരൊക്കെ എന്തോ പ്രത്യേകത? ചോദ്യത്തിലേക്ക് വരാം. ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് AK ഗോപാലനും ലോക്സഭയിലെ അംഗീകൃത പ്രതിപക്ഷ നേതാവ്, ഫസ്റ്റ് ഒഫീഷ്യൽ ഓപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ, ലോക്സഭയിലെ ആദ്യ അംഗീകൃത പ്രതിപക്ഷ നേതാവ് രാം സുഭഗ് സിംഗും ഫസ്റ്റ് മലയാളി ഒഫീഷ്യൽ ഓപ്പോസിഷൻ ലീഡർ ഇൻ ലോക്സഭ, ലോക്സഭയിലെ ഈ പറയുന്ന അംഗീകൃത പ്രതിപക്ഷ നേതാവായ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് CM സ്റ്റീഫനുമാണ്. മൂന്ന് ചോദ്യമാണ്. ലോക്സഭയിൽ ആദ്യ പ്രതിപക്ഷ നേതാവ് AK ഗോപാലൻ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ ആദ്യ അംഗീകൃത പ്രതിപക്ഷ നേതാവ് രാം സുഭഗ് സിംഗ്, ഈ പറഞ്ഞ ലോക്സഭയിലെ അംഗീകൃത പ്രതിപക്ഷ നേതാവായ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ആരാണ്? അത് CM സ്റ്റീഫൻ ആണ്. അതൊന്ന് പ്രധാനമായിട്ടും ഒന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് നമ്മളെ പരീക്ഷകളിൽ കയറുന്ന സമയത്ത് കുഴപ്പിക്കുന്ന കൺഫ്യൂഷൻ ആക്കുന്ന ഒത്തിരി ചോദ്യമുണ്ട്. ഒന്ന്, AKG സെന്റർ എവിടെയാ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്? AKG സെന്റർ തിരുവനന്തപുരത്തല്ലയോ? അപ്പൊ AKG ഭവൻ എവിടെയാ? AKG ഭവൻ ന്യൂഡൽഹിയിലാ. AKGയുടെ സ്റ്റാച്ചു, AKGയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ കോഫി ഹൗസ്, ഇന്ത്യൻ കോഫി ഹൗസിന്റെ പ്രധാനപ്പെട്ട സ്ഥാപകനായി ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത് AK ഗോപാലനാണ്. അപ്പൊ AKG സെന്റർ തിരുവനന്തപുരം, AKG ഭവൻ മറക്കല്ലേ ന്യൂഡൽഹിയാണ്, AKGയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. അടുത്തത് ഫസ്റ്റ് ഇന്ത്യൻ കോഫി ഹൗസ് 1958 തൃശ്ശൂരിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത്. ഇന്ത്യയിൽ ആദ്യത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് ഇന്ത്യൻ കോഫി ഹൗസ് കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1958 തൃശ്ശൂരിലാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് ഓർത്തു വെക്കണം. അടുത്തത് 1931 ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് AK ഗോപാലിന് പ്രത്യേകത ഉണ്ടല്ലോ. എന്താ പ്രത്യേകത? വോളണ്ടിയർ ക്യാപ്റ്റൻ ഓഫ്
ഗുരുവായൂർ സത്യാഗ്രഹം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളാസ് ഫസ്റ്റ് ടെമ്പിൾ സ്ട്രൈക്ക് കണ്ടക്ടഡ് എ റഫറണ്ടം. കേരളത്തിൽ ആദ്യമായി ജനഹിത പരിശോധന നടത്തിയ ക്ഷേത്ര സമരം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. നിങ്ങൾ പഠിക്കേണ്ട ചോദ്യം ഇതാണ്: വോളണ്ടിയർ ക്യാപ്റ്റൻ ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ് എന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് 1931. ഈ ഗുരുവായൂർ ക്ഷേത്ര സത്യാഗ്രഹ ജാഥ സംഘടിപ്പിച്ചത് AK ഗോപാലന. കണ്ണൂർ ടു തൃശൂർ, കണ്ണൂരിൽ നിന്ന് തൃശൂരിലേക്ക്, കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശൂരിലേക്ക്, നൗറ എന്നറിയപ്പെട്ടിരുന്ന കണ്ണൂരിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്ര സത്യാഗ്രഹ ജാഥ സംഘടിപ്പിച്ചത് AK ഗോപാലനാണ്. മലബാർ ജാഥ എന്നും പറഞ്ഞൊരു ജാഥയുണ്ട്, അതും സംഘടിപ്പിച്ചത് ആര് തന്നെ? AK ഗോപാലൻ. അത് കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്കാണ് മലബാർ ജാഥ സംഘടിപ്പിക്കുന്നത്. 1935 തിരുവണ്ണൂർ കോട്ടൺ മിൽ സ്ട്രൈക്ക് കണ്ടക്ടഡ് ബൈ, തിരുവണ്ണൂർ കോട്ടൺ മിൽ സ്ട്രൈക്ക് കണ്ടക്ട് ചെയ്തത് ആരാണ്? അതിനുത്തരം AK ഗോപാലനാണ്. വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി ഈ AK ഗോപാലൻ തന്നെയാണ് 1936 ഇമ്പോർട്ടൻറ്റ് ചോദ്യം, പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കും. 1936 പട്ടിണി ജാഥ സംഘടിപ്പിക്കുന്നത്, കണ്ടക്ടഡ് ബൈ AK ഗോപാലൻ. ഫ്രം കണ്ണൂർ ടു മദ്രാസ്, കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് 1936 പട്ടിണി ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? അതും AK ഗോപാലൻ തന്നെയാണ്. അപ്പൊ അവിടെ ചില ആളുകൾ മനസ്സിൽ ഈ പട്ടിണി ജാഥ കൺവേർട്ട് ചെയ്ത് സ്റ്റാർവേഷൻ മാർച്ച് എന്നല്ലേ ചോദിക്കുന്നത്? ഒരിക്കലുമില്ല. പട്ടിണി ജാഥ അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ പോവർട്ടി മാർച്ച് എന്നൊക്കെയാണോ? ഒരിക്കലുമല്ല. പട്ടിണി ജാഥ അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. 1936 പട്ടിണി ജാഥ സംഘടിപ്പിക്കുന്നത്, കണ്ണൂർ ടു മദ്രാസ്. അടുത്തത് 1960 കാൽനട ജാഥ എന്നറിയപ്പെടുന്ന ഒരു ജാഥ സംഘടിപ്പിച്ചത് AK ഗോപാലന. കാസർഗോഡ് ടു തിരുവനന്തപുരം, കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 1960 കാൽനട ജാഥ സംഘടിപ്പിച്ചത് AK ഗോപാലനാണ്. അടുത്ത വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം: ഫസ്റ്റ് പേഴ്സൺ ഇൻ ഇന്ത്യ ടു ഇംപ്രിസൺഡ് ഡ്യൂ ടു പ്രിവെന്റീവ് ഡിറ്റൻഷൻ. എന്താ ചോദ്യത്തിന്റെ മലയാള പരിഭാഷ? കരുതൽ. ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ്? ഫസ്റ്റ് പേഴ്സൺ ഇൻ ഇന്ത്യ ടു ബി ഇംപ്രിസൺഡ് ഡ്യൂ ടു പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്നാണ് ചോദിക്കുന്നത്. കരുതൽ തടങ്കൽ നിയമപ്രകാരം ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി അറസ്റ്റിലാകപ്പെട്ട വ്യക്തിത്വമാണ് AK ഗോപാലൻ. AKG ഡേ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത് ഈ പറയുന്ന AK ഗോപാലന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം. ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന ടെക്സ്റ്റ് എഴുതിയത് AK ഗോപാലനാണ്. എൻ്റെ പൂർവകാല സ്മരണകൾ എന്ന പുസ്തകം എഴുതിയത് AK ഗോപാലനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊടുങ്കാറ്റ് മാറ്റൊലി, കൊടുങ്കാറ്റിന്റെ മാറ്റൊലി എന്നറിയപ്പെടുന്ന ടെക്സ്റ്റ്, മണ്ണിന് വേണ്ടി എന്നറിയപ്പെടുന്ന ടെക്സ്റ്റ്, ഹരിജനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ ഡയറി എന്നീ പുസ്തകങ്ങളൊക്കെ ആരുടേതാണ്? ഈ പറഞ്ഞ AK ഗോപാലൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ്റെതാണ്. അപ്പൊ AK ഗോപാലന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ: ഞാനൊരു പുതിയ ലോകം കണ്ടു, എൻ്റെ പൂർവകാല സ്മരണകൾ, കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, മണ്ണിന് വേണ്ടി, ഹരിജനം, എൻ്റെ ഡയറി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. പ്രധാനപ്പെട്ട 4 ഏരിയ നമ്മൾ ഇന്ന് കവർ ചെയ്തു. ഒന്ന് മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഏരിയ ഫുള്ള് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പറഞ്ഞ റിയൽ നെയിം എന്നറിയപ്പെടുന്ന ഏരിയ. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഉദയം പേരൂർ സുന്നകദോസും കൂനൻ കുരിശ് സത്യവും. അതിനുശേഷം AK ഗോപാലനുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിൽ ഇത് മാത്രമല്ല പഠിക്കേണ്ടത്. നിങ്ങൾക്ക് തന്നേക്കുന്ന കറണ്ട് അഫയേഴ്സ് കണ്ടന്റ് പഠിക്കണം. നിങ്ങളുടെ സിലബസ് പ്രകാരമുള്ള എന്തൊക്കെ നോട്ട്സ്, എന്തൊക്കെ മെറ്റീരിയൽസ്, എന്തൊക്കെ ക്ലാസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി പഠിക്കുക. വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.